എനിക്ക് ഒരമ്മമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ. കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അമ്മയാണ്. 75 വയസ്സാണ് പ്രായം. അവർ പറയുന്നത് കേട്ടപ്പോഴേ പല ആൾക്കാരും പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളും ഇങ്ങനെയാണ്, പലരും വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. എടോ, എല്ലാവർക്കും വയസ്സാവും. അതായത് നമുക്ക് മാത്രമൊന്നുമല്ല, അവർക്ക് മാത്രമൊന്നുമല്ല, നമുക്കും വയസ്സാവും. നമ്മളൊക്കെ വയസ്സായിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഇത് കാണിക്കും. അപ്പോഴൊരു കാര്യം ആലോചിച്ച് നോക്കണം കേട്ടാ. അതായത് സ്വന്തം മക്കൾ ഇങ്ങനെ പെരുമാറുമ്പോൾ മാത്രമേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ. വയസ്സെല്ലാവർക്കും ആവും. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഈ അഹാനി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളായാലും ഇവരെല്ലാവരും ഒരു ദിവസമെങ്കിലും ഈ അമ്മൂമ്മയുടെ കയ്യിലൂടെ എന്നാൽ ഈ അമ്മൂമ്മയൊന്ന് വാരി എടുത്തിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ സിന്ധു കൃഷ്ണനോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇത്രയും വലിയതായിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ കരങ്ങൾ ഉണ്ടാവില്ലേ? അതിൽ അമ്മയുടെ കഷ്ടപ്പാടുണ്ടാവില്ലേ? എന്നിട്ടും ഈ അമ്മയോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പല ആൾക്കാരുടെ കമൻറ്റ് ഞാൻ കണ്ടു. അതായത് വയസ്സായി കഴിഞ്ഞാൽ ചില ആൾക്കാർ അങ്ങനെയാണ്, വയസ്സായി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്. അല്ല, ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, ഇവർക്കൊക്കെ വയസ്സാകൂടോ? എല്ലാവർക്കും വയസ്സാവും. എല്ലാവർക്കും വയസ്സായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പലതരം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നിച്ചുണ്ടാകും. അതൊക്കെ ഉള്ളത് കൊണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറുന്നത് പലതരത്തിലുമായിരിക്കും. പക്ഷേ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തി, അവരെ വേറെന്തെങ്കിലും ഭാഷയിൽ വിളിക്കുക, അവരെ വളരെ മോശമായിട്ട് അവരെ പറ്റി സംസാരിക്കുക, അവർക്ക് കൊടുത്ത തുണികളെല്ലാം തിരിച്ചു വാങ്ങിക്കുക, ഒരു കാലത്ത് അമ്മയ്ക്ക് കൊടുത്ത തുണികളെല്ലാം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു വാങ്ങിക്കുക, ഇമാതിരി ഉള്ളത്തരം ഭയങ്കര മോശമായി പോയി. സിന്ധു കൃഷ്ണ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഞാൻ അമ്മ നല്ലതാണെന്നോ അല്ലെങ്കിൽ അമ്മ മോശമെന്നോ പറയുന്നില്ല, അവരുടെ അമ്മയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ എന്നാ പറയേണ്ടത്, ഈ പെൺമക്കളങ്ങാറ്റേ ഉള്ളത് തോന്നേ, ഈ രണ്ടെണ്ണത്തിനെയും വളർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ലേ പ്രസവിച്ചത്, അവരാണല്ലോ വളർത്തിയത്. എന്നിട്ടും അമ്മ എന്ന് പറയുന്ന ആ ഒരു വില പോലും വെക്കാതെ, ഞാൻ പറഞ്ഞല്ലോ അമ്മമാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളെ എങ്ങനെയെങ്കിലും നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എല്ലാം പറയൂ. അത് പറയുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ അങ്ങ് ഭയങ്കരമായിട്ടുള്ള കുറ്റക്കാരി, അല്ലെങ്കിൽ അമ്മൂമ്മയെ ആർക്കും കണ്ടുകൂടാ, അമ്മൂമ്മ വളരെ മോശക്കാരി. അതുമാത്രമല്ല, അമ്മൂമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു സഹോദരി, അതായത് ഈ തൻവി എന്ന് പറയുന്ന ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അതിന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ലാളനകൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്കൊന്നും പിടിക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറ. അതായത് അവരൊക്കെ അച്ഛനും അമ്മയും ഉണ്ട്, ഈ കുട്ടി മാത്രം അമ്മ ജീവിച്ചിരുന്നിട്ട് വരെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ തന്നെ അമ്മ പറയുകയാണ് പോലും, നീ എൻ്റെ മകളാണെന്ന് പറയണ്ട, എൻ്റെ അനിയത്തിയുടെ മോളാന്ന് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാളുടെ മാനസിക നില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു അമ്മായി എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് ഒരു സ്ത്രീ പറയുക പോലും എൻ്റെ മകളാണെന്ന് പറയല്ലേ, എനിക്ക് നാണക്കേടാണെന്ന്. അപ്പം അങ്ങനെയൊക്കെ അനുഭവിച്ചു വന്ന ഒരാള്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സഹോദരി എന്ന് പറയുമ്പോൾ അവരെ സല്യൂട്ട് ചെയ്യാനാണ് തോന്നിയത്. കാരണം ഇത്രമാത്രം ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതിനുശേഷം നമുക്ക് സുഖമില്ല എന്ന് പറയുന്നത്. അപ്പോഴൊക്കെ അവരൊരു നിമിഷമെങ്കിലും തൻ്റെ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരിത്, ആ ഒരു അമ്മൂമ്മ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പക്ഷേ ഇവർക്ക് ആർക്കും പിടിക്കുന്നില്ല. ഏതായാലും ആ അമ്മൂമ്മ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എൻ്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷെ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. അതെൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും.
അത് ഞാൻ അറിയാതെ പറഞ്ഞു പോണ. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെ എന്നും പറഞ്ഞ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അഹാന കൃഷ്ണ അയച്ച മെസ്സേജിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അഹാന കൃഷ്ണയോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ നിങ്ങളെക്കാട്ടിയും മുതിർന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ, നിങ്ങൾ ഉണ്ടാകാൻ തന്നെയുള്ള കാരണക്കാരിയായ നിങ്ങളുടെ അമ്മയുടെ ആ ഒരു എന്താ പറയേണ്ടത്, ആ അമ്മയുടെ അമ്മയാണിത്. ആ അമ്മയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോളെ, നീയൊന്നും എത്ര ജന്മം കഴിഞ്ഞാലും നിൻ്റെ ഒന്നും മേലെ നിന്ന് ഈ പാപം പോകത്തില്ല. ഈ പണവും പ്രതാപനം പോകാൻ വേണ്ടി ഒരു മിനിറ്റ് മതിയടോ. അധിക സമയമൊന്നും വേണ്ട. ഈ അഹങ്കാരം മുഴുവൻ തീരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് മതിയായിരുന്നേ. ഇവർ കൃത്യമായിട്ട് പറയുന്നില്ലേ അഹാന എന്തുകൊണ്ടാണ് നിന്നെ പറയാനുള്ള കാരണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അഹാന എന്ന് പറയുന്ന ഒരു സ്ത്രീ, വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ഒരു അമ്മൂമ്മയെ അങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞിട്ട് തന്നെ വരുള്ളൂ. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും എവിടെയും പോയിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അഹാന ചെയ്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭയങ്കര ഇതായിരുന്നോ? എന്തൊരു മര്യാദയില്ലാത്ത വാക്കുകളാണ് ഇവരൊക്കെ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിലും കൂടുതൽ മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാത്തവർക്ക് ഉണ്ടാവും പറഞ്ഞ്. ഇത്രയും വലിയ പണക്കാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർക്കൊന്നും ഒരു അമ്മൂമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സാധനം, എന്തൊരു ജീവിയാ. അവര് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്, വടിയെടുത്ത് തല്ലാറില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ സ്നേഹിക്കാണ്ടിരിക്കോ? നമ്മൾ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശക്കാരിയാണെങ്കിൽ എന്ന് പറയോ? നമ്മൾ എന്തൊക്കെ പറയും അമ്മൂമ്മമാര്? വളരെ ഇതായിട്ട് ഭയങ്കരമായിട്ട് പറയത്തില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നടക്കുന്നതാണ്. പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിൽ ഒരു മനുഷ്യന്മാരില്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയോട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വലിയ ഗർഭ. കാരണം എന്താ വെച്ചാൽ ഈ അമ്മ ഭയങ്കര സംസാരിക്കുന്ന, അമ്മ ഭയങ്കരമാണ്, അമ്മ ഭയങ്കരിയാണ്. ഒരുപക്ഷെ ഈ അമ്മ ഭയങ്കരി ആയതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഈ ഒരു നിലയിലെത്തിയിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ അങ്ങ് പുച്ഛത്തോടു കൂടിയിട്ട് തള്ളിക്കളയുമ്പോൾ ഈ അമ്മയ്ക്കും ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു. മെസ്സേജ് ഡിലീറ്റ് ചെയ്തേ അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലേ ഞാൻ പറയില്ല. എന്നിട്ട് അവര് പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ. ഇത് 18ാമത്തെ ഒരു അടവാണ്. അതായത് ഈ പിന്നെന്താ പറയണ്ടേ, അമ്മൂമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: അപ്പൂപ്പനെ നോക്കിയിട്ടില്ല, അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയെ ഒരു ഇഷ്ടവുമല്ല ഇവർക്ക്. അമ്മൂമ്മയെ ഇഷ്ടമല്ലാത്ത വീട്ടിൽ അപ്പൂപ്പന് വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തിനാ അറിയാം? ഈ അമ്മൂമ്മ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
അല്ലാതെ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനോടുള്ള ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല. ഈ അമ്മൂമ്മ കാണണം, കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയപ്പെടണം, കണ്ടിട്ട് കുശുമ്പാകണം അമ്മൂമ്മക്ക്, അങ്ങനെ അമ്മൂമ്മയുടെ നാശം കാണണം, ഇങ്ങനെ വിചാരിക്കുന്ന കൊച്ചുമക്കളോ. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ ഈ ഒരു അമ്മയുടെ കയ്യിലാണ് തെറ്റെന്ന് അല്ല ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഈ അമ്മയുടെ കയ്യിലും തെറ്റുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് പൊറുക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ഈ അഹാന കൃഷ്ണയൊക്കെ കാണിക്കണമായിരുന്നു. കാരണം ഇവർ ഒരു വീട്ടിലൊന്നല്ലല്ലോ താമസിക്കുന്നത്. ഒരു വീട്ടിലാണെങ്കിലും ഓക്കെ ശരിയാണ്, ഒരു വീട്ടിലാണെങ്കിലും വലിയ ശല്യാന്ന് വിചാരിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ എവിടെയോ താമസിക്കുന്നത്. ഇവരുമായിട്ടെന്ന് പറഞ്ഞൊരു ബന്ധം തന്നെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ആയിരിക്കും. ഇനി എന്തെങ്കിലും അവരെ പറ്റി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അതല്ലേ അന്വേഷിക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അതുപോലെ തന്നെ അമ്മൂമ്മയും ഉള്ള പ്രശ്നത്തിൽ മനസ്സിൽ വെച്ചിട്ട് അമ്മൂമ്മയെ അങ്ങ് തകർക്കാൻ വേണ്ടിയിട്ട് എന്തിനാണോ വെറുതെ ഒരു 10-75 വയസ്സായ ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല മോളെ, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ ഇവിടെ തെറിയും പറഞ്ഞും കൊണ്ടുപോയ ഒരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റുകൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന അമ്മ പറയുന്ന ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എന്റെ ഒരാള് കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ബേസിക്കലി ഇവരുടെ സ്വഭാവം, അതായത് ഈ അമ്മു എന്ന് പറയുന്ന അല്ലെങ്കിൽ അഹാന എന്ന് പറയുന്ന ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ അമ്മയുടെയും സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പനെ സ്നേഹിക്കുക, അതുപോലെ കുഞ്ഞമ്മയെ സ്നേഹിക്കുക, അമ്മൂമ്മയെ അങ്ങ് ഒറ്റപ്പെടുത്തി അങ്ങ് വിടുക. അതായത് അമ്മൂമ്മയ്ക്ക് പിന്നീട് അസൂയ തോന്നണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. അതായത് മറ്റുള്ളവരെ ഭയങ്കരമായി സ്നേഹിക്കുക, ഇവരെ അങ്ങ് പൂർണ്ണമായിട്ടും അങ്ങ് തഴയുന്ന ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക. അതായത് ചിന്നമ്മ എന്ന് പറയുന്ന ഭയങ്കര സംഭവമാണ് പോലും. ഇപ്പോഴും നമ്മൾ കേട്ടില്ലേ, അതായത് പിന്നെ സ്വന്തം മകളോട് പറയുകയാണ്, മോളെ നീ അനിയത്തിയുടെ മോളാന്ന് പറഞ്ഞാൽ മതി കേട്ടാ, എൻ്റെ മോളാന്ന് പറയല്ലേ എന്ന്. ആ ചിന്നമ്മ എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര സംഭവമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഹോം നേഴ്സുമാരോടൊക്കെ പറയുക, അവിടെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ഉണ്ട്, ആ സ്ത്രീ പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കരുത്. ഇനിയും വരുന്നുണ്ട്. അതായത് ഇവരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പരിപാടി. ആരോടാണോ യുദ്ധം? ഈ 75 വയസ്സുള്ള ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കുഴിയിൽ കാലും നീട്ടി വെച്ചിരിക്കുന്ന ഒരമ്മയോടോ, ആ അമ്മയോടോ അല്ലെ അമ്മൂമ്മയോടോ, ഇവരോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്? കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടായിരുന്നു എൻ്റെ പൊന്നുമക്കളെ. അതായത് ഇവർ കള്ളം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ 75 വയസ്സായി ഇവർക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാന്ന്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. കല്യാണത്തിന് പോലും ആ 6 സിമിയെ ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്തായിട്ട് പറയുക, അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു വന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്കുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോരാ. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക്
ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ, ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കണ അലൻ എന്ന് പറഞ്ഞൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മുമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മുമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് ഇതൊക്കെ ശരിയാണെങ്കിൽ, ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ, പൊന്നുമോൾ അഹാനെ നീ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോൾ അഹാനെ നീ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തെണ്ടിത്തരം തന്നെയാണ്. ഒരു കാരണവശാലും നിന്നോട് ന്യായീകരിക്കാൻ കഴിയില്ലായിരുന്നു. അത്രമാത്രം മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നതായിരുന്നു. പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ട് നോക്ക്, തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ചു പറഞ്ഞത് അമ്മുമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇഷാനിയായിട്ടാണ് വരണത്? കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി, ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരേയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു, എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട്, ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുടിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുടിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്കിഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറെ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നേഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തയച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ, അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നേഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നാലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കണത്. അത് അവനെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി, അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ്, അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുടിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്.
എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എന്നെ എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയനാ. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവളെൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ കൊടുത്ത, അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കണ പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവര് പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം വീട്ടോട്ട് ഒരു ജോലിക്കാരിയെ വെക്കണോ. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ, അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, ആ സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം. എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അമ്മമ്മ കരയല്ലേ അമ്മമ്മ, കരയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിന്നതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞു. അതായത് ഈ അമ്മയോട് ഇവരെല്ലാവരും ചെയ്യുന്നത് ശരിയായിരിക്കാം, അമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കാം. എന്നാലും സ്വന്തം പെറ്റ അമ്മയല്ലേ, ഇനിയിപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ വേണ്ട അവരെ അങ്ങ് ബ്ലോക്കാക്കി ഇട്ടോളൂ, അവരെ ബ്ലോക്കാക്കി ഇടൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ, അവരെ ഗ്രൂപ്പിലും കയറ്റിയിട്ട് അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തിനാണ് ഇങ്ങനെ മെസ്സേജുകൾ വിടുന്നത്? ഇപ്പം അഹാനക്ക് മാത്രമേ ഉള്ളൂ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അഹാന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഹാന ആരാ ഇവിടെ വലിയ ആളാണോ? അഹാന ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സ്നേഹം എന്ന് വെച്ചാൽ അപ്പൂപ്പനോടുള്ള സ്നേഹമൊന്നുമല്ല, അപ്പൂപ്പനെ അങ്ങ് ഭയങ്കര കെയറിങ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വരുന്ന കോംനേഴ്സിനോട് വരെ ഭയങ്കര കെയറിങ്, മറ്റുള്ളവരോട് എല്ലാവരോടും ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളും. അമ്മൂമ്മയെ മാത്രം കണ്ടുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മൂമ്മ വേദനിക്കും. സിന്ധു കൃഷ്ണയോട് എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങളുടെ മക്കള് നിങ്ങളോട് ഇതുപോലെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഒരാളും, ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതൊന്നും അനുഭവിക്കാണ്ട് ഒരു മനുഷ്യന്മാരോടുന്ന് കടന്നു പോകില്ല. ഈ ഞാനടക്കം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമാണ്. അതായത് പൈസയും മുന്നിൽ വെച്ചിട്ട് ഒന്നും കഴിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പൈസ കൊണ്ടുള്ള അഹങ്കാരങ്ങൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവരുടെ മക്കൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരമുണ്ട്. അഹങ്കാരമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും ഒരു വിവാദം വേണം, അല്ലെങ്കിൽ അവർക്ക് കണ്ടന്റുകൾ മാത്രമാണ് വലുത്, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ജീവിതത്തിൽ എന്ന് അവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവർക്കൊക്കെ വേണ്ടത് കണ്ടന്റാണ്. പക്ഷേ 75 വയസ്സോളം പ്രായമുള്ള ഈ സ്ത്രീയോടാണോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.